ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ആസ് യൂഷ്വൽ മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 59 റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫാമിലി ടാസ്കിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഒനീലിൻ്റെ അതേപോലെ നെവീൻ പിന്നെ ലക്ഷ്മി ഇവരുടെ മൂന്നുപേരുടെയും ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുമിച്ചായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് തോന്നുന്നു എന്താ പറയുക, എല്ലാവർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരുമിച്ച് തന്നെ കാണാൻ പറ്റി. കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഓൾറെഡി ബിഗ് ബോസ് അവരോട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞിരുന്നു. എന്നാലും ഫാമിലി മെമ്പേഴ്സിന് വീട്ടിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം എന്തായാലും കറക്റ്റ് സമയത്ത് തീർത്തു അവർ. എന്താ പറയുക, അത്ര ടൈം എടുത്തിട്ടില്ല തോന്നുന്നു തീർക്കാൻ. പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടും നന്നായിട്ട് തന്നെ സംസാരിച്ചു. ലക്ഷ്മിയുടെ അമ്മ എല്ലാവരോടും വീട്ടിലോട്ടൊക്കെ ക്ഷണിച്ചിരുന്നു. എസ്പെഷ്യലി അതിൽ നൂറിയുടെയൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും വരണം, നിങ്ങളും വരണം എന്നൊക്കെ. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെയാണ് പാരൻസ് എല്ലാവരോടും സംസാരിച്ചത്. അങ്ങനെ ആരെയും മാറ്റി നിർത്തുക അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈവൻ ലക്ഷ്മിയോട് പോലും ഒനീലിൻ്റെ അമ്മയാണെങ്കിലും എല്ലാവരോടും ഒരേപോലെ സംസാരിച്ചത്. ഇവർ തമ്മിലുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെ ഓർക്കാണ്ട് എല്ലാവരോടും നന്നായിട്ട് തന്നെ സംസാരിച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്കൊന്നും ഫാമിലി ടാസ്ക് അത്ര കുറച്ച് നേരമൊക്കെ നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിരുന്നുള്ളൂ, ഫാമിലി മെമ്പേഴ്സിൻ്റെ ആ ഒരു വിസിറ്റ്. പിന്നെ നൂബിൻ മോർണിംഗിൽ രാവിലെ അത്യാവശ്യം നേരത്തെ തന്നെയാണ് നൂബിൻ്റെ എക്സിറ്റ് ഉണ്ടായിരുന്നത് ഹൗസിൽ നിന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, പിന്നെ കണ്ടത് ഈ വീണ്ടും ഫുഡിൻ്റെ ഇഷ്യൂ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല എപ്പിസോഡിൽ കണ്ടിരുന്നു കുക്കിംഗ്, ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് അനുമോളും അതേപോലെ തന്നെ അനീഷും ആണ്. പക്ഷേ അനുമോള് എന്താ പറയുക, രാവിലെ കുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ച സമയത്ത് അനുമോളുടെ പേഴ്സണൽ കാര്യത്തിന് എന്തിനൊക്കെയോ പോയി എന്ന് പറഞ്ഞിട്ട് അനീഷ് ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നതാണ്. വേറെ ആരും കുക്ക് ചെയ്യുന്നില്ല, ചായ പോലും ആർക്കും കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഇവർ ടൈം ടേബിൾ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. കാരണം 2 പേര് മോർണിംഗിലാണെങ്കിൽ 2 പേര് ലഞ്ച്, ഡിന്നർ എല്ലാവരും അങ്ങനെ ഒരുമിച്ച് അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരാൾ കുറവുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇട്ടിട്ട് കുക്ക് ചെയ്യാം. അതിനിപ്പോൾ അത്ര വലിയ ഒരു ടൈം ടേബിളിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെങ്കിലും അറ്റ് ദ എൻഡ് കിച്ചൺ ടീമാണ് എല്ലാവരും. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ വേറൊരാൾക്ക് വന്നിട്ട് ഹെൽപ്പ് ചെയ്യാം കിച്ചൺ ടീമിനകത്തുള്ള മെമ്പേഴ്സിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തിടാം. അല്ലാണ്ട് ഇപ്പോൾ 2 പേര് മോർണിംഗിൽ കുക്ക് ചെയ്യാൻ പാടുള്ളൂ, 2 പേര് ലഞ്ചിന് കുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായിരുന്നു എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്നത്തെ എപ്പിസോഡിൽ തന്നെയായിരുന്നു. രാവിലെ ഉപ്മ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, അനുമോള് വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒരു 8 മണി നേരത്തേക്കാണ് ഇവരെണീക്കുന്നത്. അതൊരു കുറച്ച് നേരത്തെ എണീറ്റ് ഈ എന്താ പറയുക, മ്യൂസിക് തുടങ്ങുന്നതിന് മുമ്പ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം അഡ്ജസ്റ്റ് ആവും. കാരണം ഇവരെണീറ്റ് കുറച്ചാകുമ്പോഴേക്കും ഇവരുടെ മോർണിംഗ് ടാസ്ക് തുടങ്ങും. പിന്നെ കുക്കിങ്ങിനൊക്കെ സമയം ലേറ്റ് ആവും. അതാണ് ഇവരധികം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ ലേറ്റ് ആവുന്നത്. അപ്പോൾ കിച്ചൺ ടീമിലുള്ള ആൾക്കാർ കുറച്ച് നേരത്തെ എണീറ്റ് കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ വേറൊന്ന് കണ്ടത്, എന്താ പറയുക, അനുമോളൊരു എക്സ്ട്രാ അലുവ കഷ്ണം എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ നമ്മൾ കണ്ടു. അത് എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു 2 ദിവസം മുമ്പ് ഒരു മട്ടൻ്റെ എക്സ്ട്രാ പീസ് എടുത്തതിന് വലിയ സീനാക്കിയതാണ് അനുമോൾ എന്തുകൊണ്ടാണ് അങ്ങനെ എക്സ്ട്രാ അലുവ കഷ്ണം എടുത്തപ്പോൾ ആർക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ബിന്നിയും കൂടെ വരുന്നുണ്ട്. ബിന്നി പറയുന്നുണ്ട് ഓൾറെഡി അനുമോൾക്കൊന്ന് കൊടുത്തു, എന്നിട്ട് അത് കിട്ടിയില്ല പറഞ്ഞിട്ടാണ് വീണ്ടും വന്ന് അനുമോൾ എടുത്തത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് എല്ലാ ദിവസവും ഇവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കണം ഫുഡിൻ്റെ പേരിൽ. അല്ലാണ്ട് ഒരു അലുവയ്ക്കൊക്കെ ഇത്രയും പ്രാധാന്യം ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊന്നും ഇപ്പോൾ അത്രയും എന്താ പറയുക കുറവുള്ളൊരു ഇതല്ല. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയാലും എത്ര ഇഷ്ടംപോലെ അലുവ നമുക്ക് പുറത്ത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ചെറിയൊരു കഷ്ണത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇവർ ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാകുന്നതും എന്താ പറയുക, ഇങ്ങനെ ഒരു ഇഷ്യൂ ഇതൊന്നും ഉണ്ടാക്കുന്നത് ഒരു ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അധികം സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഫുഡിൻ്റെ പേരിൽ എന്താ പറയുക തർക്കം. കാരണം ഫുഡിൻ്റെ പേരിൽ തർക്കം വന്നതിന് എന്താണെങ്കിലും സ്ക്രീൻ സ്പേസും കിട്ടും, ഇത് നമ്മൾ കാണും ചെയ്യുന്ന അവർ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതായിരിക്കും മെയിൻ അവരുടെ ഒരു ടാർഗറ്റ്. പിന്നെ നമ്മൾ വേറെ കണ്ടിരുന്നത് അക്ബറും എന്താ പറയുക ഒനീലും ഷാനവാസും കൂടെ പറയുന്നതാണ്. കാരണം എല്ലാവരുടെ ഫാമിലി മെമ്പേഴ്സ് വന്ന് പോകുന്നതൊക്കെ കണ്ടിട്ട് ആദരയ്ക്കും നൂറയ്ക്കും കുറച്ച് സങ്കടമായിട്ടുണ്ട്. കാരണം എത്രയാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് വന്നത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ല. കാരണം ഫ്രണ്ട്സ് വരുന്നത് പോലെയല്ലല്ലോ ഫാമിലി മെമ്പേഴ്സ് വരുന്നത്, രണ്ടും രണ്ടാണ്. അപ്പോൾ അവർക്ക് അവരുടെ ചെറിയൊരു വിഷമം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അക്ബർ പോയിട്ട് ഒരു ദിവസം മുമ്പ് നമ്മൾ കണ്ടിരുന്നു, എന്താ പറയുക, അക്ബറിൻ്റെ ഫാമിലി വന്ന് പോയ
ദിവസം മറ്റുമാണ് തോന്നുന്നു പറയുന്നത്, നിങ്ങളുടെ ഇത് പിന്നെ ദിയാസ് തന്നെയാണല്ലേ വരിക അങ്ങനെ എന്തോ പറയുന്നുണ്ട്. എന്നിട്ട് ആതിര പോയി കരയുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അക്ബറിൻ്റെ വായിന്ന് ചില സമയത്ത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് വരിക, അത് ഹേർട്ട് ചെയ്യും മറ്റുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞ് ഒന്നിലും ഷാനവാസും കൂടെ അക്ബറെ കുറിച്ചിട്ടും പിന്നെ ആതിര എന്ന് പറയുമ്പോൾ ഇവർ കുറച്ച് ഇവർക്ക് അത്ര അത്യാവശ്യം നല്ല സങ്കടമായിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. പിന്നെ വേറൊന്ന് കണ്ടിരുന്നത് അക്ബറിനെ കുറിച്ചിട്ട് ഷാനവാസും ജിസൈലും കൂടെ പറയുന്നുണ്ട്. കാരണം ആര്യൻ്റെയും ജിസൈലിൻ്റെയും ഇഷ്യൂ ഷാനവാസിനോട് പറയുന്നുണ്ട്, അക്ബർ അതൊരു ഇഷ്യൂ ആക്കി എടുക്കണം ഉനീൽ പറഞ്ഞ കാര്യം ഒക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കാരണം അക്ബറിന് അതൊരു ഈ ചെറിയൊരു തീയാണെങ്കിൽ അത് കാട്ടുതീ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കാം, വലിയൊരു ഇഷ്യൂ ആക്കി ചെയ്യണം എന്നുള്ളതിലാണ്, വലിയൊരു ഇഷ്യൂ ആക്കണം എന്നൊക്കെയാണ് അക്ബറിന് എന്താ പറയുക ആവശ്യം. അപ്പോൾ അത് ജിസൈലിന് മനസ്സിലാക്കി. പക്ഷേ ജിസൈൽ അതൊരു ഇഷ്യൂ ആക്കേണ്ടത് ഇതായിട്ട് ബുദ്ധിപൂർവ്വം സോൾവ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഷാനവാസിൻ്റെയും നവീൻ്റെയും കാര്യത്തിലും ഇതേപോലെയായിരുന്നു, അക്ബർ ആണ് ആവശ്യമില്ലാതൊരു ഇഷ്യൂ ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടും ഒപ്പീനിയനൊക്കെ പറയുന്നുണ്ട്. ഷാനവാസിൻ്റെ സൈഡിൽ എന്താ പറയുക അക്ബർ കളിച്ച കളിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നലെ കണ്ടത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നലത്തോടുകൂടി ആ ഫാമിലി ടാസ്ക് തീർന്നു. അപ്പം നെക്സ്റ്റ് വീക്കിൽ ഇപ്പോൾ ആരാ ക്യാപ്റ്റനോ ആവുകയെന്നറിയില്ല. കാരണം കഴിഞ്ഞ ആഴ്ച ആർക്കും പ്രത്യേകിച്ച് ഗെയിമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരെ സെലക്ട് ചെയ്യുന്ന അറിയില്ല. പിന്നെ ജയിൽ നോമിനേഷനിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ജയിലിലോട്ട് പറഞ്ഞു വിടാനായിട്ടുള്ള കാരണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ആഴ്ച. മേ ബി ഫുഡിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിരിക്കാം ഉണ്ടാവുക. അതാ തോന്നുന്നു അധികം ഉണ്ടാവുന്നത്. കാരണം നമ്മളൊരു പ്രൊമോയിലും കണ്ടു എല്ലാവരും ഷാനവാസിനെ വോട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മട്ടൺ പീസിൻ്റെ ഇഷ്യൂ തന്നെയായിരിക്കും ഷാനവാസിനെ വോട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത്തെ എപ്പിസോഡിൽ ഇന്നലെ കണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.